കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അർഹതയില്ലാതെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് കൃപ. വിവാഹം കഴിക്കാതെ തന്നെ പരിശുദ്ധാത്മ കൃപയാൽ കന്യക മറിയാമിന് ഒരു പൈതൽ ലഭിക്കുമെന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം. യുക്തിസഹജമല്ലാത്തതും അസാധാരണവുമായ രീതിയിൽ തനിക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ ക്രിയാത്മകമായി കാണുവാൻ മറിയാം ശ്രമിക്കുന്നു. തൻ്റെ പരിമിതികളിൽ നിന്നും ദൈവിക പദ്ധതികളുടെ അനന്ത സാധ്യതകളിലേക്ക് മറിയാം ഉയരുകയാണ്. ദൈവകൃപ ഒഴിവാക്കാൻ സാധ്യമല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലാണ് എന്നും അതിനായി ജീവനെ പണയപ്പെടുത്തലാണ് എന്നുമുള്ള സത്യം മറിയാം മനസ്സിലാക്കി. കൃപ വേദനകളും ദുരിതങ്ങളും ഇല്ലാതാക്കലല്ല, പ്രത്യുത അതിനെ അതിജീവിക്കലാണെന്ന സന്ദേശമാണ് മറിയാം ലോകത്തിന് നൽകുന്നത്. സ്വാർത്ഥ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മുഖമുദ്രയായ ഇന്നത്തെ സമൂഹത്തിൽ നിസ്വാർത്ഥ സമർപ്പണത്തിൻ്റെ പര്യായമാണ് വിശുദ്ധ കന്യാമറിയാം. ദൈവകൃപ നൽകുന്ന വേദനയും സഹനവും അതിൻ്റെ ആഴത്തിൽ മറിയാം ഏറ്റുവാങ്ങുന്നു. ദൈവഹിത നിവൃത്തിയോടുള്ള മറിയാമിൻ്റെ തീക്ഷ്ണമായ അഭിനിവേശം തൻ്റെ സമർപ്പണത്തിൽ കാണാൻ കഴിയും. സ്വാർത്ഥതയുടെ സുരക്ഷിതത്വത്തേക്കാൾ ദൈവികതയുടെ സമ്പന്നതയാണ് അഭികാമ്യമെന്ന് മറിയാം ചിന്തിച്ചു. യാതൊരു ഉപാധികളും വയ്ക്കാതെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന മറിയാം, അവൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് നമ്മെ തന്നെ ദൈവഹിതത്തിനായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങൾ പൂർണ്ണമാകാനായി ഞങ്ങൾ അങ്ങയുടെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു. അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ വളരുവാൻ സംഗതിയാകണമേ.